Watch full episodes on Jio Hotstar. അല്ല മോട്ടു, നീ ആ മാപ്പ് എടുത്തല്ലോ അല്ലേ? ഇത് എന്റെ കയ്യിൽ എപ്പോഴും സുരക്ഷിതമായിട്ട് തന്നെ ഉണ്ടാവും. നമുക്ക് ആദ്യം അകത്തേക്ക് കയറാം. വെരി ഗുഡ്. ഞാൻ മോട്ടുവിന്റെ മാപ്പ് മാറ്റി വെച്ചേ. മോട്ടു അവന്റെ ടീമും അകത്ത് പോയി വഴി അറിയാതെ കുടുങ്ങാൻ പോവുകയാണ്. അവര് വഴിയെല്ലാം മറന്നു നിൽക്കാൻ പോവുകയാ. അടിപൊളി ബോസ്, അടിപൊളി. എന്തൊരു കവിതയാണ്. കവിതയുടെ കാര്യം വിടറാ, വാ നമുക്ക് അകത്ത് പോവാം. എന്റെ ചെകുത്താൻ ബുദ്ധിയിലേ ഒരു അടിപൊളി ഐഡിയ വന്നിട്ടുണ്ടടാ. വരൂ മോട്ടുപത്രുവിനെ ശല്യം ചെയ്യാ. എത്ര മനോഹരമായ ഒരു ശില്പമാണിത്. ഇപ്പൊ മോട്ടുപത്ലു ടീമിനെ നമ്മളൊന്ന് വിരട്ടിയാലോ? ഓക്കെ ബോസ്, വാ നമുക്ക് പൊളിക്കാം. നമുക്ക് അങ്ങനെ ചെയ്യാം. അതേ വലിയേട്ട, എന്തിനാണ് ഇതിനെ പ്രേതമാളിക എന്ന് പറയുന്നത്? കാരണം ഇവിടെ കാണാനെല്ലാം ഒരേപോലെയാണുള്ളത്, അതുകൊണ്ട് എല്ലാരും കൺഫ്യൂസ് ആവും. എന്റെ മോട്ടു, ഇവിടെ എല്ലാം ഒരേപോലെയാണ് ഉള്ളത്. നീ ആ മാപ്പ് പുറത്തെടുക്ക്, ഏത് ഭാഗത്തേക്കാ പോകണ്ടെന്ന് നോക്കാം. അതെ, കണ്ടിലെ പത്തില് ഇവിടെ ആരോ കൊടുത്തിട്ടുണ്ട്. വരൂ നമുക്ക് ആ ഡയറക്ഷനിലേക്ക് പോകാം. സൂക്ഷിച്ച്. പ്രേതം! അയ്യോ, പ്രേതത്തെ പിടിച്ചേ. അയ്യോ, രക്ഷിക്ക് വല്ലേട്ടാ. അതെന്നെ പിടിച്ചു. ഞാനൊരു ധൈര്യവാനായതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ മോട്ടു, നീ ഒന്ന് സമാധാനിക്ക്. ഇപ്പൊ പറ, എന്താ സംഭവിച്ചേ? ആ ചുവരിൽ നിന്നും ഒരു പ്രേതത്തിന്റെ കൈ വന്നു, അത് എന്നെ പിടിച്ചു. ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഈ കാലത്ത് സയൻസ് എത്ര ഡെവലപ്പ് ആയിട്ടും നീ പ്രേതം പിശാച് എന്നൊക്കെ പറഞ്ഞ് പേടിക്കുകയാണോ? ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. അങ്ങനെയല്ല വല്യേട്ടാ, ഞാൻ സത്യമാണ് പറയുന്നത്. എന്റെ അമ്മോ, മോട്ടോ, നീ ഭൂതത്തിനെ കണ്ട് പേടിച്ചു പോയോ? നിന്നെ ആരോ പേടിപ്പിക്കാൻ നോക്കിയതാണ്. ഈ ലോകത്തിൽ പ്രേതം ഭൂതമൊന്നും ഇല്ല മോട്ടോ. അമ്മേ, അവരെല്ലാവരും ഹാളിലാണ് ഉള്ളത്. ആരവിടെ സംസാരിക്കുന്നത്? ഒന്ന് വേഗം വരൂ, എനിക്ക് വളരെ വിശക്കുന്നു. നീ വിഷമിക്കാതിരിക്കൂ, സമാധാനിക്കൂ മോനെ, സമാധാനിക്ക്. സമാധാനത്തിന് പ്രതിഫലമായി ഗുണ്ട് ലഭിക്കും. അങ്ങനെയാണോ? പക്ഷെ നിങ്ങൾ ആ തടിയനെ പോകാൻ വിട്ടല്ലോ. നമ്മൾ എത്ര കഷ്ടപ്പെട്ട അവനെ പിടിച്ചത്. മോനെ, അവനിങ്ങനെ പേടിച്ചോടുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ല, ഇത് ആരുടെ ശബ്ദമാ? അവിടെ ഉണ്ട്. ആ പ്രേതങ്ങള് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? സമാധാനത്തിന്റെ ഫലമായിട്ട് ഗുണ്ട് ലഭിക്കുമെന്ന്. അതവര് എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചത്. ആരോ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യാന്നാ തോന്നുന്നേ. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോവാം. ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പദ്ധതി നോക്കാം. വരൂ. എന്റെ അമ്മോ, വരൂ. ഓൾ ക്ലിയർ. വരൂ. എന്റെ അമ്മോ, നിങ്ങൾ പേടിക്കണ്ട. ഈ ബിൽഡിങ്ങിനകത്ത് ആരും കാണുന്നില്ല. ചിങ്കം സാറെ സൂക്ഷിച്ച്. എന്റെ അമ്മോ, മമ്മി, ആരെ പൊച്ച വെച്ചത്? Who is that? എന്റെ അമ്മോ, ഭൂതം എന്നെ പിടിച്ചല്ലോ. വിട്ടേക്ക് പ്ലീസ്. ഇന്ത്യ നിയമമാണ് സത്യം. ഞാനൊരു പോലീസാണ്. എന്നെ വിട്. ഭൂതം ചേട്ടാ, പ്ലീസ് എന്നെ വിട്ടേക്ക്. അമ്മേ, ഇവൻ വളരെ മെലിഞ്ഞിട്ടാണുള്ളത്. പക്ഷെ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ക്ഷമയോട് ഇരുന്നാൽ തടിയനെ കിട്ടുമെന്ന്. മോനെ, ഇപ്പൊ ഈ മെലിഞ്ഞ ആളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. അടുത്തത് നിനക്ക് ഗുണ്ട് ലഭിക്കും, തീർച്ചയായും ലഭിക്കും. സമാധാനത്തിന്റെ പ്രതിഫലം ഗുണ്ടായിരിക്കും മോനെ. എന്റെ അമ്മോ, ഇവന്മാര് എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹെൽപ്പ്, ഹെൽപ്പ്. അങ്കിൾ, ഒന്ന് ക്ഷമയോട് കൂടി കിടക്കുന്നുണ്ടോ? ഞങ്ങളും ക്ഷമയോട് കൂടി കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓ നോ, എന്റെ അമ്മോ, എന്നെ വിട്ടേക്ക്. രക്ഷിക്കണേ.
മോട്ടു പറഞ്ഞത് ശരിയാണ്. അവിടെ ഭൂതമുണ്ട്. The ghost of wall. ഒന്നവിടെ നിൽക്കൂ ചിങ്കം സാറേ. അതെ സിംഗ് സാറേ, അവിടെ നിൽക്ക്. എന്റെ പൊന്നു ചിങ്കം സാർ എന്തിനാ ഗോസ്റ്റ് ഓഫ് വാൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? Yes, true. ആ ഭൂതമാണ് എന്നെ പിടിച്ചത്. എന്നിട്ട് ഡൈനിങ് ടേബിളിൽ എന്നെ കിടത്തി അവന്മാരെന്നെ തിന്നാൻ നോക്കി. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഇതെങ്ങനെ സാധിക്കും? ആരോ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഇത് സയൻസിന്റെ കാലമാണ്. ഇപ്പൊ പ്രേതവും പിശാചൊന്നും ഇല്ലെന്നേ. പക്ഷെ മോട്ടു പത്രു ചിങ്കം സാർ, നിങ്ങൾ പോലും ഇതൊക്കെ വിശ്വസിക്കുകയാണോ? എന്ത് കഷ്ടം. മോട്ടു, നീ വേഗം നിന്റെ കയ്യിലുള്ള മാപ്പ് എടുക്ക, ഞാനൊന്ന് നോക്കട്ടെ. എന്റെ മോട്ടു, ഈ മാപ്പ് തെറ്റാണെന്നാ തോന്നുന്നേ. ഇതില് പുറത്തേക്ക് പോവാനുള്ള ഒരു വഴിയും കൊടുത്തിട്ടില്ല. അത് എനിക്കെങ്ങനെ അറിയാൻ പറ്റുള്ളൂ? എന്റെ കയ്യിൽ ഈ മാപ്പല്ലേ ഉള്ളത്. പക്ഷെ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ കഴിയൂ. അമ്മേ അമ്മേ, ഇവരൊക്കെ ഇവിടെയാണുള്ളത്. ക്ഷമയോടെ ഇരുന്നതിന്റെ ഫലം ഇവിടെ തന്നെയുണ്ട്. ഗുണ്ട് ഫലവും ചെറിയ ഫലവും ഒരു ഫലവും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അതേ പതിലു, ഇവിടെ ഓടി രക്ഷപ്പെടാം. പെട്ടെന്ന് ഓട് പതിലു. ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? സത്യമായിട്ടും പ്രേതമുണ്ട് ഇവിടെ. അതെ അതെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് മോട്ടു, ഞാനിത് വിശ്വസിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് നിക്ക്. ഇങ്ങനെ കിടന്ന് ഓടുന്നതൊന്നും മതിയാക്ക്. എത്ര ദൂരാന്ന് വെച്ചാ നമ്മളിങ്ങനെ ഓടുക. നമ്മൾ അതിനെ എതിർത്ത് ഫൈറ്റ് ചെയ്യണം. അതെ പതിലു, പതിലു പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് നമ്മൾ ബോധം കെട്ട് വീഴത്തതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതിനകത്ത് നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി ഏതാണെന്ന് അറിയില്ലല്ലോ. മിക്കവാറും ഈ പ്രേതങ്ങളെ നമ്മളെ തിന്നു കളയും പത്തലു. എന്റെ അമ്മോ, അത് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ആ ഭൂതം നമ്മളെ ഡൈനിങ് ടേബിളിൽ കടത്തി കത്തി ഫോർക്കൊണ്ട് വെട്ടി നമ്മളെ തിന്നും. പിന്നെ ഇനി ഓടാൻ ശ്രമിച്ചിട്ട് എന്താ പ്രയോജനം? വരൂ, നമുക്ക് അവരുടെ മുന്നിൽ പോയി സറണ്ടർ ആവാം. മോട്ടു, ഞാൻ നിന്നിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഓ സോറി, ഞാൻ കുറച്ച് ഇമോഷണൽ ആയിട്ട് സംസാരിച്ചു പോയതാ. പത്തുള്ളൂ വെറും വയറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ലെന്ന് അറിയില്ലേ? നീ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ. കേൾക്കൂ, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. മോട്ടു, ആ ഭൂതങ്ങൾ നിന്നെ പിടിക്കാൻ വരുന്ന സമയത്ത് നീ പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ചു പിടിച്ചാ മതി. ഇതേ ഇങ്ങനെ. പക്ഷെ അവരെ കാണാൻ പോലും പറ്റുന്നില്ല, പിന്നെ എങ്ങനെ അവരെ പിടിക്കുന്നു പറ. എന്റെ മോട്ടു, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അതിനുശേഷം അതിന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടോന്ന് നോക്കാം. അത് ശരിക്കും ഭൂതമാണെങ്കിൽ നിനക്കതിനെ ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. എന്നാ വരൂ, പത്തുലു പറയുന്ന പോലെ നമുക്ക് ചെയ്ത് നോക്കാം. കച്ചിട്ടറാ മൊന്നേ, നമുക്ക് ഈ വഴി പോയി നോക്കാം. അയ്യോ രക്ഷിക്കണേ, പ്രേതനെ പിടിച്ചേ. അയ്യോ പത്തുള്ളൂ, അയ്യോ രക്ഷിക്കണേ, അയ്യോ പ്രേതനെ. എന്റെ അമ്മ, ആരാത്? മോട്ടു, ഇന്നാ പിടിക്ക്. വേഗം ഈ സമൂസ കഴിക്ക്. എന്നിട്ട് ആ ഭൂതങ്ങളെ എടുത്തിട്ട് പഞ്ഞിക്കിട. ഈ ഒരു പ്രേതത്തിനെ ഞാൻ വെറുതെ വിടില്ല. അല്ല, ഇത് നമ്പർ 2 ശബ്ദമാണല്ലോ കേക്കുന്നേ. ഒത്തല്ലോ, ഇതാ ജൂണിന്റെ ശബ്ദമാണ്. അതെ, ഇവിടെ ഏത് പ്രേതങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അവരെ എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും അവർ നമ്മൾ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. അവൻ ഒറ്റച്ചാട്ടം ചാടുന്നതിന് നമ്മുടെ ഗതി ഇങ്ങനെയായല്ലോ. അവൻ വേണം തന്നെയാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ 3 പേരും പ്രേതങ്ങളാണെന്ന് അവന്മാർക്ക് അറിഞ്ഞു പോയതാ തോന്നുന്നേ. നമ്മൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകുന്നതാണ് നല്ലത്. അയ്യോ, വീണ്ടും പ്രേതങ്ങൾ വന്നെന്ന് തോന്നുന്നല്ലോ. അല്ല ജോടെ, നീയായിരുന്നോ? മതി, ഇത് ഒരുപാട് ഓവറായേ. എനിക്ക് പേടിയാവുന്നു, ഒത്തിരി പേടിയാവുന്നു. ഇനി എത്രയാന്ന് വെച്ചാ മോട്ടു നീ തല്ലുക. ഞങ്ങൾ നിന്നോട് തമാശക്ക് കളിക്കാൻ വന്നപ്പോ നീ ഞങ്ങളെ തല്ലി തരിപ്പണോ ആക്കുകയാണല്ലോ. അത് ജോൺ, നീ ഹാപ്പി ആയിട്ട് തന്നെ കളിച്ചോ. പക്ഷെ അതിനു മുമ്പായിട്ട് ആ യഥാർത്ഥത്തിലുള്ള മാപ്പ് എന്റെ കയ്യിലേക്ക് താ. ഇന്ന പത്തിലും എടുത്തോ. അപ്പൊ ഇതൊക്കെ ജോണിന്റെ പണിയായിരുന്നോ? നിങ്ങളൊക്കെ സന്തോഷമായിട്ട് ഇവിടെ തന്നെ കിടന്ന് കളിച്ചോളൂ. ഞങ്ങൾ പുറത്തു പോയി സന്തോഷത്തോടെ ചായ സമൂസ കഴിച്ചിട്ട് വരാം. അയ്യോ
വേണ്ട, ഞങ്ങളുടെ കയ്യിൽ മാപ്പ് പോലും ഇല്ലല്ലോ. ഞങ്ങൾ എങ്ങനെ ഇവിടുന്ന് പുറത്തു വരും? ആരെങ്കിലും ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം പ്ലീസ്. ഇത് നോക്ക്, വളരെ വ്യത്യസ്തമായ വെയിങ് മെഷീൻ. എനിക്ക് ഇതിൽ ഇപ്പോൾ തന്നെ വെയിറ്റ് നോക്കണം. 57 kg. നിങ്ങൾ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇടത്തേക്കും വലത്തേക്കും നോക്കി ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. അത് കണ്ടില്ലേ, വെയിങ് മെഷീൻ. This is so nice. വളരെ നന്നായിട്ടുണ്ട്. ഈ വെയിങ് മെഷീൻ എല്ലാം വായിക്കൊണ്ട് പറയുന്നു. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. ഞാൻ ഇതിലൊന്ന് കയറി വെയിറ്റ് ഒന്ന് നോക്കട്ടെ. അത് ശരി, മോട്ടു പത്തിലും വന്നിട്ടുണ്ടല്ലേ? അവര് നമ്മളൊരു കളി കളിപ്പിച്ചാലോ? സക്സസ്. ദയവേത് ഓരോരുത്തരായി വരിക. ദയവായി ഓരോരുത്തരായിട്ട് വരാനോ? അതിന് എന്റെ കൂടെ വേറെ ആരും വന്നിട്ടില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത്. നിങ്ങളുടെ വയറ്റിനുള്ളിൽ 5-6 പേരെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവരെ കുറിച്ചാണ് പറഞ്ഞത്. മോട്ടു അവര് കളിയാക്കാണ്. നിങ്ങൾ ശരിക്കും എന്നെ അപമാനിക്കുകയായിരുന്നു. സോറി, പെട്ടെന്നൊരു ദേഷ്യം കൂടെ സംഭവിച്ചു പോയതാ. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? അയാൾ എന്നെ അടിച്ചിരിക്കുന്നു. നിനക്ക് ഇത്രയും ധൈര്യമുണ്ടോ? അല്ല, ഇവിടെ എന്തായി സംഭവിക്കുന്നത്? മനസ്സിലാക്കി തരാം എന്താ സംഭവിക്കണമെന്ന്. അവരെ അങ്ങനെ വെറുതെ വിടരുത്. Stop! Stop in the name of Chingam! Stop! Come on! Charge! എന്തായാലും ഭാഗ്യത്തിന് മെഷീൻ പോയാലോ. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. വരും, നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. എന്റെ ചേട്ടാ, ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തന്നേക്ക്. അതെ, ആരാണിത്? പക്ഷെ ഞാൻ നിങ്ങൾക്ക് മസാലപ്പൂരി തന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ നിങ്ങളെ വായിൽ ചട്നി ഉള്ളത്? അതെ, ഇത് ചട്നി ഒന്നും അല്ല. പിന്നെ അതെന്താ? അവരെന്നെ ഒരുപാട് അടിച്ചു. അവരെന്നെ പുറകിന്ന് പിടിച്ച് വലിച്ചോണ്ട് പോയി. എന്നിട്ട് അറഞ്ഞ തല്ലി. പൊളിച്ചെടുത്തല്ല. ആരാ മോട്ടു നിന്നെ തല്ലിയത്? എനിക്കിവിടെ ആരെയും കാണുന്നില്ലല്ലോ. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് മോട്ടുനെ തല്ലാൻ ശ്രമിക്കും. മോട്ടു, നീ ധൈര്യം അടിച്ചെന്താ സ്നാക്സ് കഴിക്കേ? എനിക്കും ഒരു പ്ലേറ്റ് പാനിപ്പുരി. അല്ല, നിങ്ങളുടെ വായിലും തക്കാളി ചട്നി ഉണ്ടല്ലോ. പൊളിച്ചെടുത്തല്ല. ഇത് നിങ്ങളെ വിചാരിക്കുന്നത് പോലെ ചട്നിയല്ല ചേട്ടായി. ഒരുപാട് എന്നെ തല്ലി. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ആരും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. ആരങ്ങനെ ചെയ്യുന്നത്? എന്തിനാ തല്ലാൻ ശ്രമിക്കുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മീതെ കൈവയ്ക്കാൻ നോക്കണ. Come on, I am ready. ഓടിക്കോ, ഓടിക്കോ. ആരാണ് പുറകെ? എന്റെ അമ്മോ, ഞാനിത് വിചാരിച്ചു പോലുമില്ല മുമ്പിൽ വന്ന് തല്ലാമെന്ന്.
ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. അങ്ങനെ രക്ഷപ്പെട്ടു. ആ റോബോട്ടിന് എന്തായാലും പറക്കാൻ കഴിയാത്തത് ഭാഗ്യമായി. ഇപ്പൊ ഇവിടെ ശൂന്യാകാശത്ത് നിന്നെ പിടിച്ച് തല്ലുന്നതിന്റെ രസമേ വേറെ. ഇത് പറന്നു വന്നല്ലോ, അത് ഇവിടെ എത്തി. നമ്മളെ പിടിച്ചു. അയ്യോ! എന്റെ അമ്മോ, മോട്ടുനെ വീണ്ടും തല്ലിയോ? ഹലോ ചേട്ടായി, നമസ്കാരം. എന്തൊരു കഷ്ടമായി ഇത്. സോറി, ഒരബദ്ധം പറ്റിപ്പോയതാ. നിങ്ങളുടെ മെഷീൻ പാർട്ണറോട് ഞങ്ങളെ ഒന്ന് വെറുതെ വിടാൻ പറ. ഇനി നിങ്ങളെ നോക്കി ഞങ്ങൾ ഒരിക്കലും ശബ്ദം ഉണ്ടാക്കില്ല. അറിയാതെയാണ് എന്റെ കൈ നിങ്ങളുടെ ദേഹത്ത് മുട്ടിയത്. ഇനി ഒരിക്കലും അതുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് പോക്കോ. എത്രയും പെട്ടെന്ന് ഫുർഫുറി നഗരത്തിലേക്ക് പോകൂ. ഇവിടെ നിങ്ങളെ കണ്ടുപോകരുത്. എത്രയും പെട്ടെന്ന് ഫുർഫുറി നഗരത്തിലേക്ക് പോകും. എനിക്കൊരു കാര്യം ഇനി മനസ്സിലാവുന്നില്ല. അവസാനം ആ ലേഡി നമ്മളോട് ഫുർഫുറി നഗറിൽ പോയി ഒളിയാൻ വേണ്ടി പറഞ്ഞില്ലേ? അതെന്തിനാ? നമ്മള് ഫുർഫുറി നഗറിൽ നിന്നാ വന്നെന്ന് അതിനെങ്ങനെ മനസ്സിലായത്? എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്. അതെന്താന്ന് ക്ലിയർ ചെയ്യാം. ഇതെന്താ സംഭവം? ദേ കണ്ടില്ലേ, ഇത് നമ്മുടെ കോപ്പിടിയുടെ റോബോട്ട് മിഷൻ ആണ്. അവനാണ് അതിനെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ല. പക്ഷെ 10 പേരും വെയിറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല എന്നറിയില്ലേ? എന്തെങ്കിലും പെട്ടെന്നൊന്ന് ആലോചിക്കേ. എന്റെ മോട്ടോ ആലോചിക്കാൻ എന്തിരിക്കുന്നു? അല്ല, കാശ് കൊടുത്തില്ല. ഇന്നാ പിടിച്ചോ. നന്ദിയുണ്ട്. സമോസ കഴിക്ക, എന്നിട്ട് പണി തുടങ്ങ്. സൂപ്പർ. നിന്റെ കാര്യത്തിൽ നിന്നൊരു തീരുമാനമായി കോപ്പടി. ഇപ്പൊ കാണിച്ചു തരാം. കോപ്പടി. അല്ല, എന്നെ ആരാ വിളിച്ചേ? നിന്റെ എല്ലാ ഗെയിമും ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ശരി, വിട്ടേക്ക്. എല്ലാം മനസ്സിലായില്ലേ? ഇപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മോനെ ഉറങ്ങല്ലേ? അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന് ഒന്ന് ചോദിച്ച് അയക്കുന്നേ. സൂക്ഷിച്ച് മോട്ടു. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഓടുന്നതാണ് നല്ലത്. ഒരു ഓടിയേക്കാം. ഇനി നിന്റെ ടേണാണ്. എന്നോടവൻ നമ്മളെയൊക്കെ അടിച്ച് പറപ്പിച്ചല്ലോ. എന്റെ അമ്മോ, സാറ് കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. ഇവരെ അറസ്റ്റ് ചെയ്യണം. ഇവന്മാരെ റോബോട്ടിനെ ഉപയോഗിച്ച് ഞങ്ങൾ ഒരുപാട് തല്ലി. Come on, take them. വാ, നിന്റെ കൂടെ നിന്റെ റോബോട്ട്സിനെയും ഞാൻ ജയിലിൽ വെച്ച് അടയ്ക്കാൻ പോവാ. എന്നിട്ട് അതിനെയും കൊണ്ട് തന്നെ നിന്നെ നന്നായിട്ടൊന്ന് പെരുമാറിക്കും. അതും ജയിലിന്റെ അകത്ത്. Watch India's largest kids library only on Jio Hotstar. Download the app now.